വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു വീഡിയോ എന്ന് അങ്ങനെ പറയാൻ പറ്റത്തില്ല, 1.5 മാസത്തെ പഴക്കമുണ്ട്. ഗാലറി തപ്പിയപ്പോഴത്തേക്കാട്ടോ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തില്ലെന്നുള്ള കാര്യം ഓർത്ത് തന്നെ. അപ്പോൾ ഇപ്പോൾ എങ്ങോട്ടേക്കാണ് പോകണമെന്ന് വെച്ചാൽ ഞാനൊരു ഡ്രസ്സ് കൊറിയർ ചെയ്യാൻ പോകണമെന്നൊക്കെ ഞാൻ ഇടയ്ക്ക് നിങ്ങളുടെ വീഡിയോസിലൊക്കെ പറയാറുണ്ട്. അതായത് എൻ്റെ ഫസ്റ്റ് ഓൺലൈൻ ഓർഡറാണിത്. അങ്ങനെ അപ്പോൾ ആ ഒരു ഡ്രസ്സ് കൊറിയർ ചെയ്യാൻ പോണതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് അന്നിട്ട സമയത്ത്, അതായത് അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു മോഡൽ എങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ ഫ്രിൽ ഫ്രോക്കാണ്. ഞാൻ മോഡൽ കൊടുത്തേക്കാൻ എന്ത് ടൈപ്പ് ഫ്രോക്കാണെന്നുള്ളത്. അതായത് നമുക്ക് ഒരുപാട് ന്യൂ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ടൈപ്പ് ഫ്രോക്കാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇന്നത് കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട് പോകാട്ടോ. അപ്പോൾ ട്രിവാൻഡ്രത്തുള്ള കസ്റ്റമർക്ക് വേണ്ടിയിട്ടാണ് അയക്കുന്നത്. അങ്ങനെ ഇതായത് ഫസ്റ്റ് ടൈം എനിക്കിതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല, കൊറിയർ എങ്ങനെ അയക്കണം എടുക്കണമെന്ന് യാതൊരുവിധ ഐഡിയ ഇല്ല. കൊറിയർ അയക്കി ഇതേവരെ പോയിട്ടില്ലാത്തതുകൊണ്ട് എനിക്കിതിനെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഉണ്ണിക്കുട്ടനെ വിളിച്ചതാണ്. അങ്ങനെ ആൾ വന്ന് എല്ലാം സെറ്റാക്കി തന്നു. അങ്ങനെ റെഡി ആയിട്ട് ഇറങ്ങി. അപ്പോൾ ആൾ കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ നേരത്തെ റെഡിയായി ഇങ്ങനെ നിൽക്കുകയാണ്. നല്ല രീതിയിൽ വെയിലുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ കുട പിടിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. കുട പിടിച്ചാലും അതിൻ്റെ അപ്പുറം വെയിലാണ് അടിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട വെറും ഒരു പേര് മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അമ്മാതിരി വെയിലാണ് കൊല്ലത്ത്. മറ്റുള്ള ജില്ലകളിലൊക്കെ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. പിന്നെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞാൽ ഇതൊരു 1.5 മാസം മുന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ അന്ന് തുടങ്ങിയ ചൂടും വെയിലുമാണ്. അങ്ങനെ എന്തായാലും തന്നെ ഞങ്ങൾ കടയെത്തിയിട്ട് പാക്ക് ചെയ്യാനുള്ള എല്ലാം അവിടെ നിന്ന് തന്നെ സെറ്റാക്കി. ഞാൻ പറഞ്ഞില്ലേ എനിക്കിതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. അതുപോലെ തന്നെ പാക്കിംഗ് കവറും, ഈ ഒരു കവർ ഞാൻ തൊട്ടടുത്തൊരു ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ട് പാക്ക് ചെയ്തിട്ടാണ്. പിന്നെ അവിടെ ഈ കൊറിയർ അയക്കുന്ന കവറില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇനി ഇങ്ങോട്ട് വന്നു. അങ്ങനെ കവറൊക്കെ എടുത്തു. ഇനി അത് പാക്ക് ചെയ്ത് അഡ്രസ്സൊക്കെ എഴുതണം. ലെയർ കളഞ്ഞതിൻ്റെ ചെറിയ ടേപ്പ് കൊടുക്കുന്നു. അങ്ങനെ അഡ്രസ്സൊക്കെ എഴുതി എല്ലാം സെറ്റാക്കി ഞങ്ങൾ നേരെ DTDC സെൻറ്ററിലേക്ക് വന്നു. എല്ലാം തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നേരെ അങ്ങോട്ടേക്ക് പോയി എല്ലാം കൊടുത്തു. അഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കി പേയ്മെൻറ്റൊക്കെ ചെയ്തു. അങ്ങനെ കൊറിയർ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ അയച്ച കൊറിയർ ആൾക്ക് അടുത്ത ദിവസം തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം സക്സസ് ആയിട്ട് നടന്നു കേട്ടോ. അപ്പോൾ അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.